അത്യുൽപാദന ശേഷിയുള്ള പുതിയ 2 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ആലപ്പുഴ മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം. പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംയോജനത്തിലൂടെയാണ് പുണ്യ, ആദ്യ എന്നീ നെല്ലിനങ്ങൾ വികസിപ്പിച്ചത്. ആഴ്ചകളോളം തുറസായ സ്ഥലത്ത് കിടന്നാലും വെള്ളം പിടിക്കില്ല, കീടരോഗങ്ങൾ ബാധിക്കില്ല, ശക്തമായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴില്ല. 18 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് പുണ്യ, ആദ്യ എന്നീ നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കേരളത്തിലെ പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംയോജനത്തിലൂടെയാണ് ഇവ വികസിപ്പിച്ചത്. നെൽവിത്തുകൾ കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. കുട്ടനാട്ടിലടക്കമുള്ള കർഷകർക്ക് വിതരണം ചെയ്യും. കേരളത്തിൽ ആദ്യമായി മങ്കൊമ്പ് കേന്ദ്രത്തിൽ വികസിപ്പിച്ച തവിടിന്റെ അംശം കുറഞ്ഞ ആദ്യ വെള്ളയരിയാണ് ആദ്യ. കുട്ടനാട് ഉൾപ്പെടെ ഇരിപ്പു കൃഷികൾക്ക് തികച്ചും അനുയോജ്യമാണ് ഇവ രണ്ടും. ചാഴി ഉൾപ്പെടെയുള്ള കീടങ്ങളെയും ബ്ലാസ്റ്റേ പോലുള്ള രോഗങ്ങളെയും തരണം ചെയ്യാനും ശേഷിയുണ്ട്. ആഴ്ചകളോളം വെള്ളത്തിൽ കിടന്നാലും നെല്ലിന്റെ കാണ ചെയ്യില്ല. കായൽ നിലങ്ങളും കരിനിലങ്ങളും നിറഞ്ഞ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ കൃഷിക്ക് ഉത്തമമാണ് ആദ്യ. വിളവിലും മുന്നിൽ. സംസ്ഥാന കൃഷി വകുപ്പിനും കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിനും കീഴിലുള്ള അംഗീകൃത വിത്ത് വിതരണ ഏജൻസികൾക്ക് കൈമാറുന്ന നെൽവിത്തുകൾ അടുത്ത 2 സീസണുകൾക്ക് ശേഷം കൃഷിക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മങ്കൊമ്പ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എൻ സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ കുട്ടനാട്ടിൽ വെള്ള അരി എങ്ങനെ കർഷകരുടെ ഇടയിൽ പോപ്പുലർ ആകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പലരും ഇപ്പോൾ നമ്മൾ വെള്ള അരി കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ വെറൈറ്റി ആയിട്ട് ആദ്യ റിലീസ് ചെയ്തിരിക്കുന്നത്. MO 24 പുണ്യ എന്ന് പറയുന്നത് MO 25ാമത്തെ വെറൈറ്റിയാണ്. അത് ഷോർട്ട് ഡ്യൂറേഷനാണ്, ഹ്രസ്വകാല ഇനമാണ്. മറ്റത് മീഡിയം ഡ്യൂറേഷൻ, മധ്യകാല ഇനമാണ്. രണ്ടും പ്രതിരോധശേഷി ഉള്ളതാണ്. പല കീടങ്ങളും കേടുകളെയും പ്രതിരോധശേഷി നിൽക്കാനുള്ളതാണ്. ഇതിന് ഏറ്റവും കൂടുതൽ വിളവുണ്ടെന്നാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. കർഷകർക്ക് നമുക്ക് എത്തിക്കാൻ ഒരു 2 സീസണും കൂടെ വേണ്ടി വരും. ഒരു കൊല്ലം ആകുമ്പോൾ ഈ 2ാം കൃഷിയും പുഞ്ചകൃഷിയും കഴിഞ്ഞ് അടുത്ത 2ാം കൃഷിക്ക് നമുക്ക് കൊടുക്കാൻ 2026 ജൂണിൽ കൊടുക്കാൻ സാധിക്കും. മങ്കൊമ്പ് കേന്ദ്രത്തിലെ സയന്റിസ്റ്റായിരുന്ന ഡോക്ടർ ലീലാകുമാരിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം ആരംഭിച്ചത്. തുടർന്ന് നിലവിലെ ഡയറക്ടർ ഡോക്ടർ എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഗവേഷണം പൂർത്തിയാക്കുകയായിരുന്നു. ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.